ഇത്ര വാസ്തവവിരുദ്ധമായ വാർത്തകൾ കൊടുക്കരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞങ്ങൾ മറ്റു പാർട്ടികളെ പോലെ നിങ്ങളെ അധിക്ഷേപിക്കുന്നവരല്ല. മറ്റു പാർട്ടികളെ പോലെ നിങ്ങളോട് കടക്ക് പുറത്തുനിന്നും ഞങ്ങൾ പറയാറില്ല. മാധ്യമങ്ങളോട് വളരെ ബഹുമാനമാണ്. പക്ഷേ ഇപ്പോൾ നടക്കുന്ന മാധ്യമ വിചാരണ കോൺഗ്രസ് പാർട്ടിയുടെ ശരിയല്ല. മറ്റു പാർട്ടികളിലും പ്രസിഡന്റുമാർ വന്നിരുന്നു, അവിടെ മാറ്റം ഉണ്ടായിരുന്നു, ചർച്ചകളുണ്ടായിരുന്നു. നിങ്ങൾ അങ്ങനെയല്ല ഇത് കൈകാര്യം ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ, മാറ്റം ഉണ്ടാവുമെന്ന് പറയണമെങ്കിൽ ഉണ്ടെങ്കിൽ അപ്പം പറയുന്നേ, മാറ്റം ഉണ്ടെങ്കിൽ പറയും. ഇപ്പം ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ ഞങ്ങളൊന്നും. ഞങ്ങൾ ആലോചിക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് പിന്നെ എന്തൊക്കെയാ പറയുന്നത്? കോൺഗ്രസ് പ്രസിഡന്റും രാഹുൽ ഗാന്ധിയും കണ്ടതിനെ കുറിച്ചിട്ട് എന്തൊക്കെയാ ചർച്ചകൾ പറയുന്നത്? നേതാക്കന്മാർ കാണുമ്പോൾ ചർച്ച ചെയ്യൂലേ? ഞങ്ങളെ നേതാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നത് എന്തോ ഈ കാര്യത്തിന് വേണ്ടി മാത്രമാണോ? അപ്പം നിങ്ങൾ ദയവ് ചെയ്ത് കോൺഗ്രസ് പാർട്ടിയുടെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അവകാശം പാർട്ടിക്ക് തരിക. ലീഡർഷിപ്പുണ്ട്, വളരെ വ്യക്തമായിട്ടുള്ള തീരുമാനം എടുക്കേണ്ട സമയത്ത് എടുക്കേണ്ട തീരുമാനങ്ങൾ എടുക്കാൻ അറിയാം ഞങ്ങൾക്ക്. നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും പറഞ്ഞു അക്കാര്യത്തിലേക്ക്. ഞാൻ പറഞ്ഞതല്ലോ നിങ്ങൾ പറയാൻ വേണ്ടി പോകുന്നത്. ഇപ്പം ഞാനൊന്നും നിങ്ങൾക്ക് ഞാൻ നിങ്ങളെ മാത്രം കുറ്റം പറയില്ല. നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ സോഴ്സസ് കിട്ടുന്നുണ്ടാവും, ഇല്ലെന്ന് ഞാൻ പറയില്ല. ഞാൻ നിങ്ങളെ കുറ്റം പറയില്ല. പക്ഷേ ആ സോഴ്സൊന്നും ശരിയായ സോഴ്സ് അല്ല എന്നിപ്പോൾ നിങ്ങളെ ധരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളൊന്നും ശരിയായ സോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതല്ല. എങ്ങനെ ആശയക്കുഴപ്പം നിങ്ങൾ ഉണ്ടാക്കിയല്ലോ സുനിലേ? ആശയക്കുഴപ്പം ആരാ ഉണ്ടാക്കിയത്? കോൺഗ്രസ് പ്രസിഡന്റിനെയും രാഹുൽ ഗാന്ധിയെയും കെ സുധാകരൻ കണ്ടുപോയപ്പോൾ തുടങ്ങി മാറ്റാൻ പോകുന്നു. നിങ്ങൾ അറിഞ്ഞോ അവിടെ എന്താകത്ത് നടന്ന ചർച്ച എന്താണെന്ന് അറിഞ്ഞോ? ആ ചർച്ച അറിയാതെ നിങ്ങൾ തന്നെ ആശയക്കുഴപ്പമുണ്ടാക്കും. ഞങ്ങളെ പാർട്ടിയിൽ മാത്രമേ നിങ്ങൾക്ക് ആശയക്കുഴപ്പമുണ്ടാക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ പാവങ്ങളൊന്നും പറയില്ലല്ലോ മാധ്യമങ്ങളോട്. എന്തും പറയാമല്ലോ ഞങ്ങളെക്കുറിച്ച്. ഞാനതാ ചോദിച്ചത്. എല്ലാ ആഴ്ചയിലും രാവിലെയും വൈകുന്നേരം വിളിച്ചിട്ട് ഇത് മാറ്റുന്നില്ല എന്ന് പറഞ്ഞ സാഹചര്യം നിങ്ങൾ ഓരോ അടുത്ത ദിവസം വേറൊന്നും ഉണ്ടാക്കും. നിങ്ങൾ മനസ്സിലാക്കട്ടെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് തീരുമാനമെടുക്കാൻ എപ്പോഴാണോ തീരുമാനമെടുക്കേണ്ടത് ആ തീരുമാനമെടുക്കാൻ എടുക്കേണ്ട സമയത്ത് പാർട്ടി ലീഡർഷിപ്പിന് അറിയാം. ഇന്ന് ഞാൻ പറയാൻ കാരണം തിങ്കളാഴ്ച നിങ്ങളിപ്പോൾ എല്ലാം ഇവിടെ വന്ന് കൂടിയിരിക്കുന്നത്, തിങ്കളാഴ്ച തീരുമാനമെടുക്കും. അങ്ങനെ ഒരു തീരുമാനം ഞങ്ങളാരോടും പറഞ്ഞിട്ടില്ല, ഇതുവരെ ആരോടും പ്രഖ്യാപിച്ചില്ല. അങ്ങനെ ഒരു മീറ്റിംഗ് ഒന്നുമില്ല തീരുമാനമെടുക്കാനുള്ള. ഇതല്ല, പാർട്ടിയെ വലിച്ചിഴക്കാൻ വേണ്ടിയുള്ള ചർച്ചകൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിർഭാഗ്യകരമാണത്. എനിക്ക് മാധ്യമങ്ങളോട് പറയാനുള്ളത്, ഞങ്ങൾക്ക് അതിനുള്ളൊരു സ്പേസ് തരണം. ഞങ്ങളുടെ പാർട്ടി ലീഡർഷിപ്പിൻ്റെ കാര്യങ്ങൾ ചർച്ച നടത്താനോ തീരുമാനിക്കാനോ ഉണ്ടെങ്കിൽ അത് ഞങ്ങളുടെ സ്പേസാണ്.